അയ്യോ വണ്ടി എടുത്ത് ആള് കയറാനുണ്ട്. ഞാൻ വേഗത്തിൽ ഓടുന്ന ബസ്സിന് പുറകിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഒന്ന് വേഗം വാവച്ചേ, രാവിലെ തന്നെ സമയം മെനക്കെടുത്താൻ. ബസ് എത്തിയപ്പോൾ കണ്ടക്ടർ ഉറക്കെ പറഞ്ഞു. ഞാൻ വേഗം ബസ്സിൽ കയറി കമ്പിയിൽ തൂങ്ങി നിന്നു. നല്ല തിക്കും തിരക്കുമാണ്. എങ്ങനെയൊക്കെയോ ഞാൻ ബാഗിൽ നിന്ന് ടിക്കറ്റ് ചാർജ് എടുത്ത് കണ്ടക്ടർക്ക് നേരെ നീട്ടി. അല്ല, എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാൻ തേച്ചു. മുഴുവൻ പേര് ദക്ഷിണ വേണുഗോപാൽ. അധ്യാപകരായ വേണുഗോപാൽ മാഷിന്റെയും ലക്ഷ്മി ടീച്ചറുടെയും മൂത്ത മകളാണ് ഞാൻ. എനിക്ക് താഴെ ഒരു കുരിപ്പൂടി ഉണ്ട് കേട്ടോ. എൻ്റെ അനിയൻ ദേവദത്തൻ, പക്ഷെ അവന് കിച്ചു എന്ന് വിളിക്കും. ഞങ്ങൾ തമ്മിൽ 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. എറണാകുളത്ത് അത്യാവശ്യം പേരുകേട്ട എഞ്ചിനീയറിംഗ് കോളേജിലെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് ഞാൻ വലിയ പഠിപ്പിസ്റ്റൊന്നുമില്ല കേട്ടോ, ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്. പഠിത്തത്തിൻ്റെ പേരിൽ അമ്മ ഉടക്കാൻ വരുമ്പോൾ ദക്ഷിണ എന്ന് പേരിട്ടുകൊണ്ടാണ് ഞാൻ പഠിക്കാത്തതെന്ന് പറഞ്ഞ് നൈസായിട്ട് ഊരും. പേടിച്ചിട്ടൊന്നുമില്ല, ചെറിയൊരു സെൽഫ് പ്രൊട്ടക്ഷൻ, അത്രയേ ഉള്ളൂ. പറഞ്ഞ് സ്റ്റോപ്പ് എത്തി, ബാക്കി പിന്നെ പറയും. ഇപ്പം ഞാൻ പോട്ടെ. ഞാൻ ബസ്സിൽ നിന്നിറങ്ങി കോളേജ് ലക്ഷ്യമാക്കി നടന്നു. കോളേജിന്റെ കോമ്പൗണ്ട് കിടന്നപ്പോൾ ഞാൻ വാശിയിലേക്ക് നോക്കി. ഇന്നും ലേറ്റായിരിക്കുന്നു. ചുറ്റിനൊരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ല. ഈശ്വര, ഇന്നാ കാലമാട് എന്നെ എണ്ണയിരിട്ട് വറുത്ത് കോരുമല്ലോ. ഞാൻ നടത്തത്തിന്റെ സ്പീഡ് കൂട്ടി. ക്ലാസ് വരാന്തയിലെത്തിയപ്പോൾ കലിപ്പൻ ആരൊക്കെയോ നിർത്തിപ്പൊരിക്കുന്നതാണ് കണ്ടത്. സുഭാഷ്, ഇന്ന് എന്റെ കാര്യം കുതാക്കവ. സാർ എന്നെ ഒന്ന് പാളി നോക്കിയ ശേഷം വീണ്ടും അവർക്ക് നേരെ തിരിഞ്ഞു. സാർ. എന്താ? ഞാൻ കേറിക്കോട്ടെ? ഇപ്പൊ സമയത്രയായി? എൻ്റെ അടുത്തേക്ക് വന്ന് ഗൗരവത്തിൽ സാറ് ചോദിച്ചു. ഞാൻ തലകുനിച്ച് നിന്നു. ചോദിച്ചു കേട്ടില്ലേ? എന്നെ നോക്കി ദയിപ്പിച്ചുകൊണ്ട് സാറ് വീണ്ടും ചോദിച്ചു. 10:15. എവിടെപ്പോഴാ ക്ലാസ് തുടങ്ങുന്നത് അറിയോ നിനക്ക്? ഞാൻ വീണ്ടും മുഖം കുനിച്ചു. 9:30 തുടങ്ങുന്ന ക്ലാസ്സിന് താൻ 10:15 വന്നതിന്റെ കാരണം എനിക്കിപ്പോൾ അറിയണം, സാറിനോട് ദേഷ്യത്തിൽ പറഞ്ഞു. ഞാൻ അതേ നിൽപ്പ് തുടർന്നു. തന്റെ വായിലെന്താ നാവില്ലേ? സാർ, ബസ് കിട്ടിയില്ല. ഞാൻ കാരണം പറഞ്ഞ് ഒഴിവാകാൻ നോക്കി. ബസ് തന്നെ കാത്തു നിൽക്കില്ല. ഒരക്ഷരം പഠിക്കത്തുള്ള ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുകയില്ല. ലേറ്റായിട്ട് ക്ലാസ്സിൽ വരികയും ചെയ്യും. ഇങ്ങനെയാണെങ്കിൽ എന്തിനാ കോളേജിലേക്ക് ഇരുന്ന്? വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ? എനിക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. വെറുതെ വീട്ടുകാർക്ക് നാണക്കേട് ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങിക്കെട്ടി വന്നോളും. ഒന്ന് നിർത്തുന്നുണ്ടോ? കുറെ നേരം ഞാൻ സഹിക്കുന്നു. എല്ലാം കേട്ട് നിൽക്കുന്നെങ്കിൽ തലി കയറി നിരങ്ങുന്നോ? എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. പറഞ്ഞ് എങ്ങോട്ടാ കയറിപ്പോന്ന്? സാറാണെന്ന് കരുതി എന്തും പറയാന്നാണോ? താൻ ആരെന്ന് തന്റെ വിചാരം? കൂടുതൽ ഷോ ഇറക്കിയാലേ ഞാൻ ആരെന്ന് താൻ അറിയും. കോപം കൊണ്ട് സാറിന്റെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്ന കാണുകെ എന്റെ മനസ്സിൽ ഭയം നിഴലിച്ചെങ്കിലും എനിക്ക് അത്രയെങ്കിലും പറയണമായിരുന്നു. ക്ലാസ്സിൽ ലേറ്റായിട്ട് വന്നോ പോരാ, നിന്ന് തർക്കിക്കുന്നോ? ഗെറ്റ് ഔട്ട് ഫ്രം മൈ ക്ലാസ്. നിന്നെ മര്യാദ പഠിപ്പിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. സാർ അത്രയും പറഞ്ഞെത്തുമ്പോൾ ഞാൻ കൂളായി ക്ലാസ്സിന് പുറത്തേക്ക് നടന്നു. ഒരു മുഴുവൻ ഞാൻ ക്ലാസ്സിന് വെളിയിലായിരുന്നു. ബെല്ലടിച്ചു. സാർ ക്ലാസ്സിൽ നിന്നിറങ്ങി. എന്നെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ എന്തോ ഒരു കുറ്റബോധം എന്നെ വന്ന് മൂടുന്ന ഞാൻ അറിഞ്ഞു. ഒന്നിനൊരു മൂടില്ല. ഞാൻ ബെഡിൽ കിടന്നു. മനസ്സിൽ മുഴുവൻ ഇന്ന് നടന്ന സംഭവമാണ്. സാധാരണ സാർ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ കളയുകയാണ് പതിവ്. ഇന്ന് പക്ഷേ ഞാൻ സാറിനോട് തിരിച്ചു പറഞ്ഞു. അത്രയൊക്കെ കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അതുകൊണ്ടാണ് അങ്ങനെ പ്രതികരിച്ച്. വേണ്ടായിരുന്നു. രാത്രി അത്താഴം കഴിക്കാൻ അമ്മ വന്ന് വിളിച്ചു. വിശപ്പില്ലെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും നിർബന്ധിച്ച് കഴിപ്പിച്ചു. ഉറക്കം വരുന്നേയില്ല. ചെയ്ത് തെറ്റായിപ്പോയെന്ന് മനസ്സ് മുറവിളി കൂട്ടുന്നു. കണ്ണടച്ച് കിടന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് രാവിലെ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കോളേജിൽ പോകാൻ റെഡിയായി. ഇത് കണ്ട അമ്മ അത്ഭുതത്തോടെ എന്നെ നോക്കി നിന്നു. നീ കോളേജിലേക്ക് തന്നെയല്ലേ തെച്ചു പോകുന്നേ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ച്? അല്ല, സാധാരണ നിനക്കിതൊന്നും പതിവുള്ളതല്ലോ. ഇന്നൊന്നും ഞാൻ നന്നാവാൻ തീരുമാനിച്ചു ലക്ഷ്മി ടീച്ചറെ. നന്നാവാനോ? ചേച്ചിയോ? തമാശ പറയല്ലേ? കിച്ചു പൊട്ടിച്ചിരിച്ചു. അമ്മേ, ഇത് ചേച്ചി നന്നാവാൻ തീരുമാനിച്ചൊന്നല്ല, എന്തോ ബാധ കയറിയതാ. ബാധ നിന്റെ കുഞ്ഞമ്മക്ക്. ഞാൻ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മ, ഇത് ചേച്ചി കുഞ്ഞമ്മക്ക് വിളിക്കുന്നു. ഡീ വേണ്ടാട്ടോ. ഞാൻ കിച്ചുവിനെ ദേഷ്യത്തിൽ നോക്കി അവനെ തലക്കിട്ടൊരു കൊട്ടുകൊടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. വിചാരിച്ച പോലെ ഇന്ന് നേരത്തെ തന്നെ ക്ലാസ്സിലെത്തി. ചെന്നപ്പോഴാണ് അറിഞ്ഞ് ഇന്ന് കാർത്തിക് സാറിന്റെ ബർത്ത്ഡേ ആണെന്ന്. എല്ലാവരും സാറിന് സർപ്രൈസ് ചെയ്യാനുള്ള പ്ലാനിലാണെന്ന്. കുറച്ച് കഴിഞ്ഞ് സാറ് ക്ലാസ്സിലേക്ക് വന്നു. സാറ് ക്ലാസ് ഡോർ കിടന്ന് അകത്തേക്ക് വരുന്നതും പോപ്പർ പൊട്ടിക്കുന്ന ഒരുമിച്ചായിരുന്നു. എല്ലാവരും സാറിന് ചുറ്റും കൂടി ഇന്ന് ജന്മദിനാശംസകൾ നേർന്നു. സാറ് കേക്ക് മുറിച്ച് എല്ലാവർക്കും നൽകി. വിവിധ വർണ്ണക്കടലാസുകളിൽ പൊഞ്ഞ സമ്മാനപ്പൊതികൾ എല്ലാവരും സാറിന് നേരെ നീട്ടി. സാർ എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ സീറ്റിൽ തന്നെ ഇരുന്നേ ഉള്ളൂ. ഈ കുട്ടി എങ്ങനെയുണ്ട് നോക്കിയേ. രവി ബാലയ്ക്ക് ദച്ചുവിൻ്റെ ഫോട്ടോ നീട്ടി. ഇത് കൊള്ളാം. എന്താ കുട്ടിയുടെ പേര്? ദക്ഷിണ. രവി പറഞ്ഞു. അച്ഛനും അമ്മയും അധ്യാപകരാണ്. ഇതിന് താഴെയുള്ള ഒരു അനിയൻ കുട്ടിയാ. രവി ബാലയോട് ദച്ചുവിനെ കുറിച്ച് പറഞ്ഞു. ബാല മോനോടൊന്ന് സംസാരിച്ചു നോക്ക്. അവൻ്റെ കാര്യം രവിക്കറിയാലോ. എത്ര പെൺകുട്ടികളെ കാണാൻ പോയതാ. എന്നിട്ടോ നടന്ന് ചെരുപ്പ് തേഞ്ഞല്ലാതെ ഒരു ഫലവും ഉണ്ടായിരുന്നില്ല.
ഞാൻ എന്തായാലും പറയാനുള്ളത് പറഞ്ഞു. എന്നാ ഇറങ്ങിക്കുക. അതും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങി. രാത്രി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ബാല കാർത്തികിനെ വിളിച്ചു. കാർത്തി, എന്താ അമ്മേ? നിനക്ക് പ്രായം എത്രയായെന്ന് വല്ല വിചാരമുണ്ടോ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ച്? നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നാൽ മതിയോടാ, ഒരു കൂട്ടൊക്കെ വേണ്ടേ? എനിക്ക് കൂട്ടായിട്ട് അമ്മയുണ്ടല്ലോ, പിന്നെന്താ? അതല്ലടാ, നിന്റെ കല്യാണക്കാരിയെ ഞാൻ പറഞ്ഞു വരുന്നത്. നിനക്കൊന്ന് സമ്മതിച്ചാലെന്താ? ഞാൻ സമ്മതിച്ചാണല്ലോ. കണ്ട പെൺകുട്ടികളൊന്നും എനിക്ക് ഇഷ്ടപ്പെടാത്ത എൻ്റെ കുറ്റം കൊണ്ടാണോ? നിന്റെ കല്യാണം ഒന്ന് നടന്നു കാണാൻ അമ്പലങ്ങൾ മുഴുവൻ നേർച്ചയായിട്ട് നടക്കുക ഞാൻ. അതറിയോ നിനക്ക്? എൻ്റെ 26ാമത്തെ വയസ്സിൽ നിന്റെ അച്ഛൻ മരിക്കുമ്പോൾ നിനക്ക് 2 വയസ്സ് പ്രായം. ഇന്നേവരുടെ ആരുടെ മുറ്റത്തും പോയി കൈ നീട്ടാതെ അറിയാവുന്ന ജോലിയൊക്കെ ചെയ്ത് കിട്ടുന്നതുകൊണ്ടാണ് നിന്നെ ഞാൻ വളർത്തിയേ. നിനക്കൊരു കുറവും വരാൻ സമ്മതിച്ചിരുന്നില്ല. അല്ലെങ്കിൽ നീ പറ. ഭാര്യയുടെ കണ്ണുകൾ ഈറനായി. എന്താ അമ്മ ഇത്? അച്ഛനില്ലാത്തതിൻ്റെ ഒരു കുറവ് അറിയിക്കാതെ തന്നെയാണ് അമ്മേനെ വളർത്തിയത്. അമ്മ നോക്കിക്കോ, എത്രയും പെട്ടെന്ന് അമ്മയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. എന്താ പോരെ? കാർത്തിൻ്റെ വാക്കുകൾ കേൾക്കെ ഭാര്യയുടെ മനസ്സിൽ സന്തോഷത്തിന്റെ പൂത്തിരി കത്തി. സത്യമാണോ നീ പറയുന്നത്? സത്യം. എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ് അമ്മേ, ഞാൻ പഠിപ്പിക്കുന്നത്. കാർത്തികിന്റെ വെളിപ്പെടുത്തൽ കേൾക്കെ ബാലയുടെ മനസ്സിൽ പ്രതീക്ഷയുടെ തിരിതെളിഞ്ഞ്. നീ ഇത് അവളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പക്ഷെ അധികം വൈകാതെ തന്നെ ഞാൻ പറയും. ഇപ്പൊ നമുക്ക് സന്തോഷമായോ? കാർത്തിക് ചിരിയോടെ ചോദിച്ചു. ബാല തിരികെ കാർത്തികിന്റെ കവിളിൽ പിടിച്ചു. ദച്ചു പ്ലീസ്, എത്ര മാറിയിട്ട് ഞാൻ തന്നെ പിറകെ നടക്കുക? എനിക്കൊരു റിപ്ലൈ എന്നാൽ എന്താ? എൻ്റെ റിപ്ലൈ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ തീരുമാനത്തിനൊരു മാറ്റമില്ല. ഇനി ഇതും പറഞ്ഞ എൻ്റെ പുറകെ വരരുത്. ഇതാണ് നിഖിൽ. ഫസ്റ്റ് ഇയർ തൊട്ട് എൻ്റെ പിന്നാലെ തന്നെയാണ് കക്ഷി. പക്ഷെ എനിക്ക് ഇഷ്ടമില്ല. ദച്ചു, നീ ഇത് എവിടെയായിരുന്നു? കല്യാണിയാണ്. ഐഷ, നീനു, കല്യാണി. ഇവർ 3 പേരെൻ്റെ കട്ട ചങ്കുകളാണ്. ഞങ്ങൾ നിന്നെ തപ്പി നടക്കുകയായിരുന്നു. അല്ല, എന്താവും പറഞ്ഞ്? ഓ, വീണ്ടും അതിനെ പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുക. അവൻ നിന്നെയും കൊണ്ടേ പോകുന്ന തോന്നണേ, കല്യാണി പറഞ്ഞു. അയ്യ, അതവൻ്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. എടഞ്ഞ മഹാ ചെറ്റയാണ് ഞാൻ, കരിഞ്ചെറ്റ. അതെനിക്കറിയാം. അല്ല, നിന്നെ ഇന്നും കാർത്തിക് സാറ് പുറത്താക്കിയല്ലേ? ഐഷ ചോദിച്ചു. ആ കാർക്കോടകിൽ എന്നെ കാണുമ്പോൾ ചൊറിച്ചിൽ കൂടുതലാ. ദേച്ചു, കാര്യം ശരിയല്ലേ? സാറിന് ഇച്ചിരി ദേഷ്യം കൂടുതലാ. ഒന്നിലും നമ്മുടെ കോളേജിൽ ഇത്രയും ഹോട്ട് ആൻഡ് ഹാൻഡ്സമായ സാറ് വേറെ ആരാ ഉള്ളേ? ഓ ശരി, നിനക്ക് അങ്ങനെ കയറി അങ്ങ് കെട്ടരുതോ? ഞാൻ കല്യാണിയോട് ചോദിച്ചു. അതിനും സാറും കൂടി സമ്മതിക്കണ്ടേടി. അയ്യടാ, അവിടെ ഒരു പൂതി, വേറെ ആരും കിട്ടാത്ത പോലെ. പിറ്റേന്ന് വൈകിട്ട് എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നതിനാൽ വൈകിയാണ് ക്ലാസ് കഴിഞ്ഞ്. അതുകൊണ്ട് പതിവ് ബസ് പോയിരുന്നു. നല്ല മഴക്കാറുണ്ട്. കാർമേഘങ്ങൾ ആകാശത്ത് വരയും തീർത്തിരുന്നു. ചുറ്റിന് ഇരുട്ട് പരന്നിരിക്കുന്നു. ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷം. പെട്ടെന്ന് എൻ്റെ അടുത്തായ ഒരു കാർ വന്ന് നിന്നു. അതിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ കുഴപ്പക്കാരൻ തോന്നിപ്പിക്കുന്ന 4 പേര് ഇറങ്ങി. ഇരുട്ട് കാഴ്ചക്ക് മങ്ങലേൽപ്പിച്ചു. ചുറ്റിനും ആരുമില്ല. അവരെൻ്റെ അടുത്തേക്ക് വന്നു. എന്താ മോളെ, ചേട്ടന്മാർ കൊണ്ടുവിടട്ടെ? കൂട്ടത്തിലൊരാൾ എന്നെ അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ അവരെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ നിന്നു. പെട്ടെന്ന് ഒരാൾ എൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. വിട്, എന്നെ വിട്! ഞാൻ കുതറി മാറാൻ ശ്രമിച്ചു. അയാൾ എന്നെ വലിച്ച് കാറിൽ കയറ്റി. ഞാൻ തടയാൻ ശ്രമിച്ചെങ്കിലും വിജയിക്കാനായില്ല. കാർ ഒരു പണി തീരാത്ത കെട്ടിടത്തിൽ ചെന്ന് നിന്നു. അവരെന്നെയും കൊണ്ട് അകത്തേക്ക് കയറി. അടുത്ത നിമിഷം അവരിലൊരാൾ വശ്യമായ ചിരിയോടെ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ പേടിയോടെ പിന്നോട്ട് മാറി. പെട്ടെന്ന് കൂടെ വന്നവരിലൊരാൾ പറന്നു വന്ന് ചുമലിടിച്ച് താഴെ വീണു. കാർത്തിക് സർ! എൻ്റെ നാവുകൾ ഉരുവിട്ടു. ഞാൻ വേഗം സാറിൻ്റെ അടുത്തേക്ക് ചെന്നു. സർ, തനിക്കൊന്നും പറ്റില്ലല്ലോ? അവര് ഒന്നുമില്ലടോ, താൻ കരയാതെ, ഞാനിപ്പോൾ വന്നില്ലേ? സാർ എന്നെ ആശ്വസിപ്പിച്ചു. അടുത്ത നിമിഷം സാറിനെ അടർത്തി മാറ്റി അവർക്ക് നേരെ തിരിഞ്ഞു. സാർ എല്ലാവരെയും അടിച്ചു വീഴ്ത്തി. സാറിനൊപ്പം കാറിൽ തിരികെ പോകുമ്പോൾ ഞാൻ നിശബ്ദയായിരുന്നു. ആരായിരിക്കും അവർ? എന്തിനായിരിക്കും അവർ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്? ഞാൻ ചിന്തയിലാണ്ടു. ഇറങ്ങ്! സാറിൻ്റെ വിളിയാണ് എന്നെ ചിന്തയിൽ നിർത്തി. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി. ഒപ്പം സാറും. സർ? എന്താണോ? അല്ല, ഞാൻ അപകടത്തിലാണെന്ന് സാറെങ്ങനെ അറിഞ്ഞ്? അത് 5 മണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ബസ്സൊന്നുമില്ലല്ലോ. തൻ്റെ അച്ഛനും അമ്മയൊക്കെ ഏതോ റിലേറ്റീവിൻ്റെ കല്യാണത്തിന് പോയേക്കാണെന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞിരുന്നു. തന്നെ വീട്ടിലേക്കാക്കാൻ നേരിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് വരുമ്പോഴാണ് അവർ തന്നെ കാർ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നോക്കിയില്ല, പുറകെ വെച്ച് പിടിച്ചു. അങ്ങനെയാ തന്നെ രക്ഷിക്കാനായത്. ഒരുപാട് നന്ദിയുണ്ട് സർ. സാറ് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ അതൊന്നും സാറിടും. എന്നാലും തനിക്കൊന്നും പറ്റിയില്ലല്ലോ. അതും പറഞ്ഞ സാറ് തിരികെ പോയി. ഞാൻ വീട്ടിലേക്ക് കയറി ഡോറിൽ ലോക്ക് ചെയ്തു. മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. ഞാൻ റൂമിൽ നിന്ന് ടവലെടുത്ത് ബാത്റൂമിലേക്ക് കയറി. ഷവറിൽ നിന്ന് നടന്നു വീഴുന്ന വെള്ളത്തുള്ളികളോടൊപ്പം മനസ്സിലെ സംഘർഷങ്ങൾ ഒഴുകിപ്പോകുന്ന ഞാൻ അറിഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ അച്ഛനും അമ്മയും കിച്ചും വീട്ടിലെത്തിയിരുന്നു. എന്താ വെച്ചു മുഖം വല്ലാണ്ടിരിക്കുന്നേ? വയ്യേ? ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? അമ്മ ചോദിച്ചു. ഞാൻ നടന്നൊക്കെ വിവരിച്ചു. എൻ്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? അമ്മ നെഞ്ചിൽ കൈവച്ചു. ദൈവം കാത്തു. ഇനി ഞങ്ങളാരും ഇവിടെ ഇല്ലെങ്കിൽ ഇരുട്ടുന്നതിന് മുന്നേ വരാൻ നോക്കണം കേട്ടോ, അച്ഛൻ പറഞ്ഞു. 2 ദിവസമായി കോളേജിൽ പോയിട്ട്. ഇന്ന് അമ്മ നിർബന്ധിച്ച് ഉന്തിത്തള്ളി വിട്ടു. അച്ഛനാണ് കൊണ്ടുവിട്ട്. പോകും വഴി ആ ബസ് സ്റ്റോപ്പിലേക്ക് എൻ്റെ കണ്ണുകൾ ചലിച്ചു. ഇപ്പോഴും ആ വിറയൽ വിട്ടുമാറിയിട്ടില്ല. അച്ഛൻ വണ്ടി കോളേജിന് മുമ്പിൽ നിർത്തി.
വൈകിട്ട് വിളിക്കാൻ വരണം മോളെ. വേണ്ടച്ചാ, ഞാൻ ബസ്സിന് വന്നോളാം. ആ ശ്രദ്ധിക്കണം. ഞാൻ കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിച്ചു. എന്നെ കണ്ടവും നീനും ഐഷും കല്യാണിൻ്റെ അടുത്തേക്ക് വന്നു. ദച്ചു, നീ ഓക്കെ അല്ലേടാ? നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞിരുന്നു. എന്നാലും അത് ആരായിരിക്കും? ഐഷ സംശയത്തോട് ചോദിച്ചു. ആ സമയത്ത് ഒറ്റയ്ക്കൊരു പെണ്ണ് നിൽക്കുന്നുണ്ട, അത് മുതലാക്കുന്ന ഏതെങ്കിലും അവന്മാരായിരിക്കും. കള്ളും കഞ്ചാവ് പിടിച്ച് അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ പറ്റാത്തവന്മാർ, നീനു പറഞ്ഞു. അത് ശരിയാ. ഓരോന്ന് പറഞ്ഞ ക്ലാസ്സിലേക്ക് നടന്നു. ഓയ് 4 സംഘം, ജീവൻ കമന്റ് അടിച്ചു. എൻ്റെ ക്ലാസ്സിൽ തന്നെയാണ് ജീവൻ, ഞങ്ങളുടെ ഫ്രണ്ടാണ്. എന്താ വെച്ചു, 2 ദിവസമായിട്ട് നിന്നെ കണ്ടില്ലല്ലോ. ഐഷ കാര്യങ്ങളൊക്കെ ജീവനോട് പറഞ്ഞു. ശേ, ഏത് മറ്റവന്മാരത്? എന്നിട്ട് പോലീസിൽ അറിയിച്ചില്ലേ? ഇല്ല. സാർ അവനെ വെറുതെ വിട്ടോ? ഏയ്, സാർ അവർക്കിട്ട് നല്ലോണം കൊടുത്തിട്ടുണ്ട്. ഇവന്മാരെ ഒന്നും വെറുതെ വിടരുത്. കാർത്തിക് സാർ നല്ലോണം കൊടുത്തിട്ടുണ്ടെന്നാ ഇവള് പറഞ്ഞ്. അല്ലെങ്കിലും സാറ് പൊളിയല്ലേ? അവൻ പറയുന്ന കേട്ട് അറിയാതെ എൻ്റെ ചുണ്ടിൽ ഒരു ചെറുചിരി വിരിഞ്ഞു. ക്ലാസ്സിലെത്തി കുറച്ച് സമയത്തിനകം സാറ് കടന്നു വന്നു. ആ ദക്ഷിണ, എന്താ 2 ദിവസം ലീവാക്കിയേ? അത് സാർ, വന്നാലൊന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ലീവാക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനി അതോർത്ത് വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞിരുന്നാണല്ലോ. ഏയ്, ഞാനിപ്പോൾ ഓക്കെയാണ് സാർ. നോക്കിയേ. ഞാനൊരു പുഞ്ചിരിയോടെ സാറിനോട് പറഞ്ഞു. തിരിച്ചെനിക്കൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് സാർ ക്ലാസ് എടുക്കാൻ ആരംഭിച്ചു. പ്ലാനിങ് എല്ലാം കറക്റ്റായിരുന്നു. ഞങ്ങൾ അവൾ അങ്ങോട്ട് കൊണ്ടുവന്നതാണ്. പക്ഷെ അതിനിടയ്ക്ക് ഒരുത്തം കയറി വന്നു. പറഞ്ഞ പണി കൃത്യമായിട്ട് ചെയ്യാതെ ഏതവൻ്റെയോ കയ്യിൽ നിന്ന് മേടിച്ച് പരിക്കുമായിട്ട് എൻ്റെ മുന്നിൽ നിന്ന് ന്യായം പറയുന്നു. ഞങ്ങൾക്കൊരു ചാൻസ് കൊടുത്താൽ ഇത്തവണ എല്ലാം കറക്റ്റായിരിക്കും. ഓ വേണ്ടായേ, ഇനി എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. മോഹിച്ചതെല്ലാം ഇന്നോളം സ്വന്തമാക്കിയിട്ടേ ഉള്ളൂ ഞാൻ. അവളെ, ആ ദക്ഷിണെ ഞാൻ ഒരുപാട് മോഹിച്ചു പോയി. അവളെ എനിക്ക് വേണം. അതിനിടയ്ക്ക് എന്ത് തടസ്സമായിട്ട് വന്നാലും വേറോടെ പിഴുതെറി ഞാൻ. കോപത്തിൽ അയാളുടെ കണ്ണുകൾ ചുവപ്പ് രാശി പടർന്നിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പനിയായതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ കോളേജിൽ പോകുന്നില്ല. നോട്ട്സ് ജീവൻ അയക്കും. ടോപ്പിക്ക് കാർത്തിക് സാർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അന്നത്തെ സമ്പത്തിന് ശേഷം ഞങ്ങൾ നല്ല കൂട്ടാണ്. പനിയൊക്കെ മാറി ഞാൻ വീണ്ടും ക്ലാസ്സിൽ പോയി തുടങ്ങി. എടി, എനിക്കൊരാളെ ഇഷ്ടാടി. നീനുവാണ്. അതാരടിയാ നിർഭാഗ്യവാൻ? അത് നമ്മുടെ കാർത്തിക് സാറില്ലേ? സാറിനെയോ? സാറിനെയോ? അതെ. അത് കൊള്ളാലോ. അല്ലെങ്കിൽ സാർ അടിപൊളിയാ, നിനക്ക് ചേരും. ബെല്ലടിച്ചു, ക്ലാസ്സിൽ പോവാം. ശരി തെച്ചു. ശരിടാ. എന്തോ നീനുവിന് സാറിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഒരു സങ്കടം പോലെ. എന്തായിരിക്കും അത്? ഇനി ആ സാറിനെ പ്രണയിക്കുന്നുണ്ടോ? അതുകൊണ്ടാവോ ഇങ്ങനെ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതോർത്ത് നടന്നോണ്ടാവും പെട്ടെന്ന് ആരെയും ഇടിച്ച് താഴേക്ക് വീഴാൻ പോയി. കാർത്തിക് സാർ, എന്താണോ താനിത് എവിടെ നോക്കിയാ നടക്കുന്നത്? അത് സാർ, ഞാൻ പെട്ടെന്ന് അറിയാതെ, സോറി. ബെല്ലടിച്ചില്ലേ? വേഗം ക്ലാസ്സിൽ കയറാൻ നോക്ക്. ഒന്ന് മൂളിക്കൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് നടന്നു. ക്ലാസ് തുടങ്ങിയിട്ട് ഒന്നും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഞാൻ ക്ലാസ് കെട്ടിയത് വീട്ടിൽ പോയി. ചിന്തയിൽ മുഴുവൻ തെളിയുന്ന സാറിൻ്റെ രൂപമാണ്. അതെ, എപ്പോഴും ഞാൻ സാറിനെ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് കോളേജിൽ ഓണം സെലിബ്രേഷനാണ്. ഞാൻ അത്യാവശ്യം നന്നായി തന്നെ ഒരുക്കി. ഞങ്ങളെല്ലാവരും സാരിയാണ്. കോളേജിലേക്ക് എത്തി. ഞാൻ കല്ലുവിൻ്റെ ആയിഷയുടെയും കൂടെ കത്തിവെച്ച് നിൽക്കുമ്പോഴാണ് നീനു വന്ന്. ഏയ് ഗായ്സ്, എന്താണ് ഇവിടെ ചർച്ച? ഞങ്ങളൊരു ഗവേഷണം നടത്തുന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. കല്ലു, ഓഹോ, എന്ത് ഗവേഷണം? അത് കേരളത്തിലെ മരവാഴികളുടെ എണ്ണം ദിനംപ്രതി കൂടി വരുന്നതിൻ്റെ കാരണം എന്താണെന്ന്. ഓ, ആക്കിയതാണല്ലേ? കേട്ടിട്ട് എന്ത് തോന്നി? ആക്കിയ പോലെ തന്നെ തോന്നി. അല്ല, ബൈ ദു ബൈ, എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്? നീനു മുടി പുറകിലേക്ക് ഇട്ടുകൊണ്ട് ചോദിച്ചു. അടിപൊളി. താങ്ക് യു. അല്ല, ഇന്നീ ലുക്കിൽ ഇവിടേക്ക് വരേണ്ട ചേതോ വികാരമൊന്നും വ്യക്തമായിരുന്നെങ്കിൽ. അത് പിന്നെ കാർത്തിക് സാറൊക്കെ വരുന്നല്ലേ? ആര് വരുന്നല്ലേന്ന്? മനസ്സിലാവുന്നുണ്ട്. നീനു സാരി തുമ്പ് കടിച്ചു പിടിച്ചു. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായതുപോലെ തോന്നി എനിക്ക്. ഏയ്, പെൺപടകളെല്ലാവരും ഇവിടെ നിൽക്കുവാണോ? അവിടെ പൂക്കളെതിരും റെഡി ആയിട്ടില്ല. ജീവനാണ്. ഞങ്ങളെല്ലാവരും അങ്ങോട്ട് ചെന്ന് പൂക്കളമിടാൻ ആരംഭിച്ചു. ഐഷു, ആ റെഡ് കളർ സെൻറ്ററിൽ ഇടാം. എടിടി, ദേ നോക്കിയേ. ഞാൻ അവൾക്ക് അയച്ചുകൊണ്ടിടത്തേക്ക് നോക്കി. കാർത്തിക് സാറ്. കറുത്ത കരയുള്ള മുണ്ടും ഷർട്ടുമാണ് വേഷം. നെറ്റിയിൽ കറുത്ത കുറി, ട്രിം ചെയ്ത താടി, കട്ടി മീശ, 1 സൈഡ് അടിച്ച മുടി. ഒറ്റ നോട്ടത്തിൽ തന്നെ ആരും ഇഷ്ടപ്പെട്ടു പോകും. അത്രയ്ക്ക് ലുക്കാണ്. ഡി, നീ ഇത് ആര് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക? കല്ലു. എന്താ? ഈ വെളി ലോകത്തൊന്നല്ലാന്ന് തോന്നുന്നു. നീ കാര്യം പറ. ഡി, നമ്മുടെ ക്ലാസ്സിലെ ഒരു കവറിൽ ഞാൻ കൊണ്ടുവന്ന എല്ലാ കളർ പൂക്കളും ഉണ്ട്. തിടുക്കത്തിൽ വന്നപ്പോൾ എടുക്കാൻ മറന്നു. നീ ഒന്ന് ചെന്ന് എടുത്തിട്ട് വാ. ഞാൻ ക്ലാസ് ലക്ഷ്യമാക്കി നടന്നു. പെട്ടെന്നാണ് ആരോ എന്നെ വലിച്ചടുത്തുള്ള റൂമിലേക്ക് കയറ്റിയത്. കാർത്തിക് സാറോ? എന്നെ വീട്, എനിക്ക് പോകണം. നീ എവിടേക്കും പോകുന്നില്ല. സാർ എന്നെ വലിച്ച് ഉമരോട് ചേർത്തു. സാർ എന്തീ കാണിക്കുന്നത്? എനിക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ സാറിനെ തള്ളി മാറ്റി പോകാൻ ശ്രമിച്ചു. അടങ്ങി നിൽക്ക്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് നീ ഇവിടുന്ന് പോകുന്നുള്ളൂ. എനിക്കൊന്ന് കേൾക്കണ്ട സാർ, എന്നെ വീട്. വീട്ടില്ലെങ്കിൽ ഞാൻ ഒച്ച വെക്കും. ഓഹോ, അത്രയ്ക്ക് ധൈര്യമുണ്ടോ?
എങ്കിലും എനിക്കൊന്ന് കാണണല്ലോ. സാർ എൻ്റെ കൈ പിടിച്ച് ലോക്ക് ചെയ്തതിനോട് ചേർന്ന് നിന്ന് എൻ്റെ ചുണ്ടിൽ മൃദുവായി കടിച്ച് എന്നിൽ നിന്ന് അകന്നു മാറി. ഞാൻ സാറിനെ ചോദ്യഭാഗത്തിൽ നോക്കി. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണോ. താൻ എന്നെ കണ്ടിട്ടും കാണാത്ത മണ്ഡലം നടക്കുന്നത്. എന്നോട് സംസാരിക്കാതെ ഒഴിഞ്ഞു മാറി അവോയ്ഡ് ചെയ്യുന്നൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി പെണ്ണേ നിന്നെ. മരണം വരെ എൻ്റെ പാതിയായി ചേർത്ത് നിർത്തിക്കോളാം. ഒരിക്കലും നിന്റെ കണ്ണ് നിറയാൻ സമ്മതിക്കില്ല. നിനക്ക് സമ്മതമല്ലേ പെണ്ണേ എൻ്റെ ഭാര്യയായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ? എൻ്റെ മനസ്സിൽ സന്തോഷം അലതല്ലി. ഞാൻ സാറിനെ ഇറുകെ പുണർന്നു. സാറിനെ നെഞ്ചോട് ചേർത്ത് മുറുകെ കെട്ടിപ്പിടിച്ച് എൻ്റെ നെറുകയിൽ ചുണ്ടമർത്തി. സാറിൻ്റെ ആദ്യ ചുംബനം എൻ്റെ മനസ്സ് സന്തോഷത്താൽ ആർപ്പ് വിളിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് അമർഷം തൊനിക്കുന്ന രണ്ട് കണ്ണുകൾ എന്നെ കോപത്തോടെ നോക്കിയിരുന്നു. അന്നൊരു നല്ല ദിവസമായിരുന്നു. ഞങ്ങളെല്ലാവരും അടിച്ചു വിളിച്ചു. പിന്നീട് അങ്ങോട്ട് സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു. ഒരവധി ദിവസം നീനു ഷോപ്പിങ്ങിന് പോകാനായി വിളിച്ചു. അവൾ വീട്ടിലേക്ക് എന്നെ കൂട്ടാൻ കാറുമായി വന്നിരുന്നു. പെട്ടെന്ന് അവൾ റൂട്ട് മാറ്റിക്കൊണ്ട് ഞാൻ ചോദിച്ചു, ഡാ വഴി തെറ്റി, നമുക്ക് ആ റൂട്ടല്ലേ പോവേണ്ടത്? ഏയ് തെറ്റിയിട്ടൊന്നുമില്ല, എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്. അവൾ കാർ ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ സമീപത്തായി നിർത്തി. വാ ഇറങ്ങ്. ഞാൻ കാറിൽ നിന്നിറങ്ങി ചുറ്റൊന്ന് കണ്ണടിച്ചു. ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷം, ഗാഠമായ നിശബ്ദത. എനിക്കെന്തോ പേടി തോന്നി. വാ നീനു വിളിച്ചു. ഞങ്ങൾ ആ കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിച്ചു. അകത്താരെയും കണ്ടില്ല. പെട്ടെന്ന് ആരോ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ശബ്ദം കേട്ടു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാൻ നോക്കി. നല്ല പൊക്കവും അതിനൊത്ത വണ്ണവുമുള്ള ഇരുണ്ട നിറമുള്ള ഒരു ചെറുപ്പക്കാരൻ കാതിൽ കടുക്കനിട്ടിട്ടുണ്ട്. എന്നെ കണ്ടപ്പോൾ അയാളുടെ മുഖത്ത് വന്ന ഭാവമാറ്റം എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ദക്ഷിണയല്ലേ? അതെ. ഞാനൊന്നും മനസ്സിലാതെ നീനുവിന് നേരെ നോക്കി. അവളുടെ മുഖത്തൊരു വിജയീഭാവം കത്തി നിന്നു. അപ്പം ഇതോടുകൂടി എൻ്റെ ജോലി കഴിഞ്ഞു. ബാക്കി ഡേവിൻ്റെ ഇഷ്ടം പോലെ. അയാൾ എൻ്റെ അടുത്തേക്ക് നീങ്ങുന്നു. ഒന്നും മനസ്സിലായില്ലല്ലേ? ഞാൻ ഡേവിഡ് ഡാനിയേൽ. ആ പേരെൻ്റെ കാതുകളിൽ ഒരു ഇടിമുഴക്കം പോലെ പ്രതിധ്വനിച്ചു. മറക്കാൻ ആഗ്രഹിച്ച ആ മുഖം ഇപ്പോൾ നേർ വന്നിരിക്കുന്നു. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം അച്ഛൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന ഡേവിഡിൻ്റെ പപ്പ ഡാനിയേൽ. വിദേശത്താണ് ഡേവിഡിൻ്റെ പപ്പ ജോലി ചെയ്തിരുന്നത്. ജോലി മതിയാക്കി ഡാനിയേലും കുടുംബവും ഞങ്ങളുടെ വീടിനടുത്ത് താമസമാക്കി. അച്ഛനാണ് വീടൊക്കെ സംഘടിപ്പിച്ചു കൊടുത്ത്. അന്ന് ഞങ്ങൾ കോട്ടയത്തായിരുന്നു. അങ്ങനെയാണ് ഡേവിഡ് ഞാനും പരിചയപ്പെടുന്നത്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. ഡെയ്സി എന്നേക്കാൾ 3 വയസ്സിന് മൂത്തതാണ്. ഞാൻ ഡേവിഡിനെ ഡേവിച്ചൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പതുക്കെ ഡേവിഡ് മയക്കുമരുന്നിന് അടിമയായെന്ന വാർത്ത പരക്കെ പ്രചരിച്ചു തുടങ്ങി. ആദ്യമൊന്നും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ അന്ന് വീട്ടിൽ ആരുമില്ലാത്ത ദിവസം ഡേവിഡ് വീട്ടിൽ വന്നു. ഞാൻ വാതിൽ തുറന്നപ്പോഴേക്കും ഡേവിഡ് അകത്ത് കയറിയിരുന്നു. അവൻ്റെ കണ്ണുകൾ ചുമന്ന് തുടുത്തിരുന്നു. അവൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവനെ വിദഗ്ധമായി പുറത്താക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. പെട്ടെന്ന് അവൻ്റെ ശരീരത്തെ സ്പർശിക്കാൻ ഒരുങ്ങി. ഞാൻ തടയാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കരുത്തിനു മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവൻ എന്നെ എടുത്ത് ബെഡിൽ കിടത്തി. ഞാൻ അവനെങ്ങനെയൊക്കെയോ തള്ളിമാറ്റി പുറത്തേക്ക് കൂടി റൂം ലോക്ക് ചെയ്തു. എന്തോ ഭാഗ്യം കൊണ്ടാണ് അന്ന് ഞാൻ രക്ഷപ്പെട്ടത്. ഇന്ന് അവൻ വീണ്ടും. ഇപ്പം എന്തിനായിരിക്കും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവുക? എൻ്റെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. ഡേവിഡ്, നീ? ഓ, അപ്പം നിനക്കെന്നെ ഓർമ്മയുണ്ടല്ലേ? നീനു, എന്തിനാ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? ഞാൻ നീനുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ, എൻ്റെ ആവശ്യം നടക്കാൻ അങ്ങനെ പല പരിചയങ്ങളും വേണ്ടി വരും അല്ലേ ഡേവിഡേ? അതെ. നീനു, നീ? അതേ ദശു, കാർത്തിക് സാറിനെ ഞാൻ ആഗ്രഹിച്ച്. അത് നിനക്കും അറിയാം. എന്നിട്ട് സാറിനെ നീ തട്ടിയെടുത്തു. അന്ന് ഓണം സെലിബ്രേഷൻ അന്ന് നടന്നല്ല ഞാൻ കണ്ടിരുന്നു. എനിക്ക് വേണം സാറിന്, വേറെ ആർക്കോ വിട്ടുകൊടുക്കാൻ ഞാൻ ഒരുക്കമല്ല. അതിനുവേണ്ടിയാ ഞാൻ നിന്നിവിടെ കൂട്ടിക്കൊണ്ടുവന്ന്. അപ്പം ശരി ഡേവിഡ്. അത്രയും പറഞ്ഞ് അവളോടൊന്ന് പോകാനിറങ്ങി. നീനു നിക്ക്, ഞാനും വരുന്നു. അതും പറഞ്ഞുകൊണ്ട് അവൾ പോകാനിറങ്ങി എന്നെ ഡേവിഡ് കയ്യിൽ പിടിച്ച് നിർത്തി. അവള് പോട്ടെ, നീ ഇവിടെ നിൽക്ക്. അവനെൻ്റെ ഇടുപ്പിലൂടെ കൈ ചുറ്റി എൻ്റെ മുഖത്തോട് മുഖമടുപ്പിച്ചു. ഞാൻ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചെങ്കിലും വിജയം കണ്ടില്ല. പെട്ടെന്ന് നീനു ഓടി വന്നു. പിന്നിലായി ഒരാളും. കാർത്തിക് സർ. ഞാൻ സാറിൻ്റെ അടുത്തേക്ക് ചെന്ന് സാറിനെ കെട്ടിപ്പിടിച്ചു. ആരാടാ നീ? അത് ചോദിക്കാൻ നീ ആരാടാ? എങ്കിലും ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കി തരാം. അതും പറഞ്ഞ് സാർ അവനെ ആഞ്ഞ് ചവിട്ടി. ആ ഒറ്റ ചവിട്ടിൽ തന്നെ ഡേവിഡ് താഴേക്ക് ഒതിച്ചു. ഡാ! ഒരർച്ചയോട് ഡേവിഡ് തറയിൽ നിന്നിട്ട് സാറിനെ അടിക്കാൻ ഒരുങ്ങിയതും സാർ അവനെ അടിച്ചു വീഴ്ത്തി. സാറ് നീനുവിന് നേരെ നോക്കി അവളുടെ കരണം നോക്കിയൊന്ന് പൊട്ടിച്ചു. ഇതെന്തിനാണെന്ന് മനസ്സിലായത് നിനക്ക്? കൂടെ നിന്ന് ചതിച്ചതിന്. സാറ് എന്നെയും ചേർത്ത് പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. 2 വർഷങ്ങൾക്ക് ശേഷം കുളിച്ചിറങ്ങി കണ്ണാടിയുടെ മുമ്പിൽ ഞാൻ നിന്നു. അപ്രതീക്ഷിതമായി 2 കൈകൾ എൻ്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. എന്താ സാറേ, ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? ഇന്ന് പോണോ? പിന്നെ പോവാതെ? ഒരു മൂടില്ല. മൂടൊക്കെ തന്നെ വന്നോളൂ. ഇപ്പം സാറ് പോയി കുളിച്ച് റെഡിയാവും നോക്ക്. സാറ് കുളിച്ച് ഫ്രഷായി വന്നു. എന്താടി കാന്താടി ഒരു കള്ളച്ചിരി? ഏയ് ഒന്നുമില്ല. ആ, ഒന്നുമുള്ളതൊന്നുമില്ല. എന്തോ ഉണ്ട്. പറയടി കള്ളി. അത് നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞ് കാർത്തി കൂടി വരാൻ പോവാ. ശരിക്കും? സാർ എന്നെ പൊക്കിയെടുത്ത് വട്ടം കറക്കി. എൻ്റെ മുഖം മുഴുവൻ ചുംബനങ്ങളാൽ മൂടി. ഞങ്ങളുടെ പ്രണയം അവിടെ തുടങ്ങിയായിരുന്നു.